Hello friends, welcome to our channel. ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും പല വിധത്തിലുള്ള ചിന്തകളായിരിക്കും മനസ്സിലേക്ക് വരുന്നത്. മനസ്സിനെ മുറിപ്പെടുത്തുന്ന, മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന പല വിധത്തിലുള്ള ചിന്തകൾ വന്ന് മനസ്സ് ഫുള്ള് അസ്വസ്ഥമാകാറുണ്ട്. ചെറിയ പ്രശ്നങ്ങളെ പോലും ചിന്തിച്ച് നമ്മൾ വലുതാക്കുന്നുണ്ട്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തില് പലർക്കും അമിതമായ ചിന്തയും ഭയവും ആശങ്കയൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയില് നമുക്ക് മനസ്സിനെ കൂളാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. നാം ഒരു കാര്യം ഓർക്കുക, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവല്ല, ഒരിക്കലും നമ്മളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ഈ അമിത ചിന്ത മൂലം ഉണ്ടല്ലോ, അനാവശ്യ അപകട സൂചനകൾ നമുക്ക് കാണിച്ചു തരാറുണ്ട്. അമിത ചിന്തകൾ നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള നമ്മുടെ ആശങ്ക, നമുക്ക് ഭൂതകാലത്തില് പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത്, കുടുംബ പ്രശ്നങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങള്, ജോലിയിലെ സമ്മർദ്ദം, ഇവയിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥതപ്പെടാറുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തകളെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു കാര്യം ചെയ്യരുതെന്ന് മനസ്സിനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കാര്യം ചിന്തിക്കരുതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാത്രമായിരിക്കും അത് ചിന്തിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങള്, ഇത് നമ്മുടെ വെറും ആശങ്കയാണെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് സത്യമില്ല. സത്യവും സങ്കല്പവും രണ്ടും രണ്ടാണെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഇത് വെറും നമ്മുടെ ഒരു ആശങ്ക മാത്രമാണെന്ന് എപ്പോഴും നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ മനസ്സൊക്കെ അസ്വസ്ഥമാകുമ്പോൾ നമ്മൾ ശ്വാസം സ്പീഡിൽ എടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാക്കാനായിട്ട് നമ്മൾ പതിയെ ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തോട്ട് വിടുകയും ചെയ്യുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് സുരക്ഷിതമാ എന്നുള്ളൊരു സിഗ്നലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ചിന്തകൾ നമുക്ക് എഴുതി പരിഹാരം ഉണ്ടാക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മളൊരു പേപ്പർ എടുക്കുക, നമ്മുടെ പേടി എന്താണെന്ന് എഴുതുക, അതിനെന്തേലും തെളിവുണ്ടോ എന്ന് എഴുതുക, അതിനുശേഷം അതിന്റെ പരിഹാരം എഴുതുക. ഇങ്ങനെ എഴുതുന്നത് മൂലം നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയാൻ ഇടയാക്കുന്നുണ്ട്. മനസ്സിനെ ശാന്തമാക്കാനായിട്ട് നമ്മൾ ദിവസേന കുറച്ച് ശീലങ്ങൾ നമ്മുടെ റുട്ടീനിലേക്ക് കൊണ്ടുവരിക. അതിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ 7-8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക, ഒരു അരമണിക്കൂർ നടത്തം, രാവിലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പ്രഭാത ഭക്ഷണം ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ ഏത് റിലീജിയൻ ആയിക്കോട്ടെ, നമ്മൾ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ചെയ്യുക. അത് ദിനചര്യയുടെ ഭാഗമാക്കുമ്പോൾ തന്നെ നമ്മുടെ ഇങ്ങനത്തെയുള്ള ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ചിന്തകൾ അമിതമാവുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിയുമായിട്ട്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുമായിട്ട് അതൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ മനസ്സിന്റെ ഭാരം കുറച്ച് കുറയുന്നതായിരിക്കും. നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാ ചിന്തകളും സത്യമല്ല. ഇത് കാലാകാലം വരെ നിലനിൽക്കുന്ന ഒരു ചിന്തയൊന്നുമല്ല. അതിന് ഓരോ ടൈം കഴിയുമ്പോൾ അതും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾ നാളെ പ്രശ്നങ്ങളല്ലാതായി മാറും. എല്ലാ ചിന്തകൾക്കും പരിഹാരമുണ്ട്. സഹായം തേടുന്നത് ശരിയായ മാർഗമാണ്. എല്ലാം ഒറ്റയടിക്ക് നടക്കും എന്നല്ല പറയുന്നത്. നമ്മുടെ ചെറിയ ചെറിയ പ്രാക്ടീസ് കൊണ്ട് അത് പതിയെ പതിയെ മാറ്റിയെടുക്കുക എന്നാണ് പറയുന്നത്. ജീവിതത്തിന്റെ ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കര കഠിനമായിരിക്കും. പക്ഷെ സ്വയം കുറ്റപ്പെടുത്താതെ ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മാത്രം മതി. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.